നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കള്ള ഇതാണല്ലേ പണി. അച്ഛന് ഗംഗയോട് ഇഷ്ടമുണ്ടെങ്കി അത് ഗംഗയോട് പറഞ്ഞെന്താ? അത് മോളെ, ഞാൻ ഈ ഫോട്ടോ പൊടി തുടയ്ക്കാൻ എടുത്തപ്പോ വെറുതെ ഒന്ന് നോക്കി നിന്നതാ. അച്ഛൻ വെറുതെ കള്ളം പറയണ്ട. ഗംഗയെ നോക്കിയിരുന്ന തന്നെയാ. ഗംഗ ഇഷ്ടാണെന്ന് പറയച്ചാ. അതെ, ഗംഗയോടുള്ള ഇഷ്ടം തുറന്നു പറ മഹിയേട്ടാ. അച്ഛൻ പറയച്ചാ. മോളെ, അത് ഞാൻ പിന്നെ പറയാം. പറ്റില്ല. അച്ഛൻ ഇപ്പൊ തന്നെ അത് ഗംഗയോട് പറയണം. പറയച്ചാ. പറ മഹിയേട്ടാ, മോള് പറയുന്നത് കേട്ടില്ലേ? പക്ഷേ അങ്ങനെ ഇല്ല മാളു. അങ്ങനെയുണ്ടെന്ന് എനിക്കറിയാം. അച്ഛന് ഗംഗയെ ശരിക്കും ഇഷ്ടാ. അച്ഛൻ പറ. അതെ, മഹിയേട്ടന്റെ കളിക്കൂട്ടുകാരിയല്ലേ. മഹിയേട്ടന്റെ ഉള്ളിൽ എപ്പോഴും ഗംഗയുണ്ട്. നിങ്ങൾ തമ്മിൽ ചേരണമെന്ന് തന്നെയാ ഞാനും മോളും ആഗ്രഹിക്കുന്നത്. അച്ഛൻ പറയോ ഇല്ലയോ? മാളു, മഹിക്ക് ഗംഗ ഇഷ്ടാണെന്നും വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നും മാളുവിന്റെ അമ്മയായിട്ട് കൈലാസത്ത് താമസിക്കണമെന്ന് പറയാതെ അച്ഛൻ ഇനി എന്നോട് മിണ്ടണ്ട. മാളു, അച്ഛനെ ഇങ്ങനെ സങ്കടത്തിലാക്കല്ലേ മോളെ നീ. മോൾ അച്ഛനോട് മിണ്ടി തുടങ്ങിയതിനു ശേഷമാണ് ഈ കൈലാസം സ്വർഗമായത്. എന്റെ ഗൗരിയുടെ നഷ്ടം പോലും ഞാൻ മറന്നു തുടങ്ങിയത് അതിനുശേഷമാ. മോൾ അച്ഛനോട് മിണ്ടാതിരുന്ന പിന്നെ അച്ഛനില്ല. എന്നാ പിന്നെ വേഗം പോയി ഗംഗയോട് പറ. മോളെ വിഷമിപ്പിക്കല്ലേ മഹിയേട്ടാ. ഗംഗ ഇഷ്ടാണെന്ന് പറയച്ചാ. എടാ, എനിക്ക് ഗംഗയെ ഒരുപാട് ഇഷ്ടമാ. ഗംഗയെ എനിക്ക് ചെറുപ്പം മുതലേ അറിയാവുന്നതാ. കളങ്കം എന്താണെന്ന് അറിയാത്ത മനസ്സാ ഗംഗയ്ക്കുള്ളത്. അവൾ എന്നെയും മാളുവിനെയും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും അവള് വേണ്ടാന്ന് വെക്കും. അതൊക്കെ എനിക്കും അറിയാവുന്ന കാര്യമായതുകൊണ്ടാ നീ ഗംഗയാണ് വിവാഹം കഴിക്കേണ്ടതെന്നും ഗംഗയാണ് മാളുവിന് അമ്മയായിട്ട് വരേണ്ടതെന്നും ഞാൻ നിന്നോട് പറഞ്ഞത്. കുഴിച്ചിട്ട ഏലസിന്റെ ശക്തിയൊക്കെ കുറഞ്ഞു കാണും. അതാ ഗൗരി വീണ്ടും തലപൊക്കിയെ. എങ്ങനെയെങ്കിലും അവളെ ഇല്ലാതാക്കിയേ പറ്റൂ അമ്മേ. നമ്മളെ കൊണ്ട് പറ്റാവുന്നതെല്ലാം നമ്മൾ ചെയ്തില്ലേ?
എന്നാലും ഇതിനൊരു അവസാനം വേണ്ടേ? ഈ രക്ഷാമോതിരത്തിന് പോലും ഇപ്പൊ എന്നെ രക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയാ. ആ ഗൗരി തൂക്കിയെടുത്ത് എറിയുമ്പോ എവിടെയെങ്കിലും തലയിടിച്ച് വീണാ മതി. നമ്മുടെ കാര്യത്തിന് തീരുമാനമാവും. ആ ഗുരുവമ്മയെ കണ്ട് 5-6 ഏലസ് വാങ്ങി ഈ വീടിന് ചുറ്റും കുഴിച്ചിട്ടാലോ? 2 നമുക്കും കെട്ടാം. അങ്ങനെ എന്തെങ്കിലും ചെയ്താ ഇതിനൊക്കെ പരിഹാരമാവുമെങ്കിൽ അതൊക്കെ ഗുരുവമ്മ നേരത്തെ ചെയ്തു തരില്ലേ? അതും ശരിയാ. നമ്മൾ ചെയ്യുന്ന ഓരോ പൂജയിൽ നിന്നും അവള് രക്ഷപ്പെടുമ്പോ എല്ലാം അവൾക്ക് കൂടുതൽ കൂടുതൽ ശക്തി കിട്ടിക്കൊണ്ടിരിക്കുക. ശോ, ഇങ്ങനെ പോയാ അവസാനം അവള് നമ്മളെ ഇവിടെ ഇട്ട് ഫുട്ബോൾ തട്ടും പോലെ തട്ടും. ഇടയ്ക്ക് തട്ടി ഗേറ്റിന് വെളിയിൽ കളഞ്ഞിട്ട് ഗോളെന്ന് വിളിച്ച് പറയുകയും ചെയ്യും. ചാകാൻ നേരത്തെങ്കിലും അമ്മ ഇങ്ങനെ ചളി കോമഡി പറയാതിരിക്കാമോ? സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാ. ശോ, മനസ്സിനൊരു സന്തോഷം വേണ്ടേ? ജീവിതം എന്താവൂന്ന് ഓർത്തിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. നിന്റെ കല്യാണം എന്ന് കഴിയുമെന്നോർത്താ അതും ഇങ്ങനെ നാളെ നീളേന്ന് പറഞ്ഞു പോവാ. ഒന്നേലും നിനക്ക് വയ്യാതാവും, അല്ലെങ്കിൽ മഹിക്ക് വയ്യാതാവും. 2 പേർക്കും കുഴപ്പമില്ലെങ്കിൽ ഗൗരി കല്യാണ മണ്ഡപത്തിൽ തീയിടും. ഇങ്ങനെ പോയ ഇത് എവിടെ ചെന്ന് നിൽക്കും? എനിക്കറിയില്ല. ഞാനെല്ലാം ക്ഷമിച്ച് നിൽക്കുവാ. അമ്മ ഓരോന്ന് പറഞ്ഞ് എന്റെ ഭ്രാന്ത് കയറ്റരുത്. ഞാൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്തു പോകും, പറഞ്ഞേക്കാം. ശരി, ഞാനൊന്നും പറയുന്നില്ല. അമ്മ ഇതെവിടെ പോവാ? ടെൻഷനായിട്ട് വിശക്കുന്നു. ഞാൻ പോയി എന്തെങ്കിലും എടുത്ത് കഴിക്കട്ടെ. ഈ അമ്മയുടെ ഒരു കാര്യം. എന്താടി നിനക്ക്? എനിക്ക് ടെൻഷൻ വന്നാ പിന്നെ ഭയങ്കര വിശപ്പാണെന്ന് നിനക്കറിയില്ലേ? അറിയാം, പോയി കഴിക്കേ. ചെല്ല്. അമ്മയുടെ ടെൻഷനെങ്കിലും മാറട്ടെ. ഓ, ആ. നിന്റെ മോളെ പൊന്നുപോലെ നോക്കാൻ ഇപ്പൊ ഒരാളേ ഉള്ളൂ മഹി. അത് ഗംഗയാ. അത് മാളൂന് പോലും തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. മഹി പ്ലീസ്, ഗംഗ എന്റെ അടുത്ത് നിന്ന് എങ്ങോട്ടും വിടല്ലേ. മോള് വിഷമിക്കാതെ. ഗംഗ മോളുടെ അടുത്തുനിന്ന് ഒരിടത്തേക്കും പോവില്ല. സത്യമാണോ പറയുന്നേ? അതേ മാളു, സത്യം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.